സരിതയുടെ നേതാവ് കൂടിയായ കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി നൽകി അദ്ദേഹത്തെ വർഷങ്ങളോളം വേട്ടയാടിയ സരിതയ്ക്കെതിരെ ഒരു കേസ് എടുക്കണമെന്ന് വീണയ്ക്ക് തോന്നിയിട്ടില്ലേ? അത് നിസ്സാരമായി തള്ളിക്കളയാൻ നാരായണൻകുട്ടിക്കാവില്ല. ഇതേ സ്വാതന്ത്ര്യം കിട്ടിയ നാടാ. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാന്ന് പറഞ്ഞ് ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കണമെന്ന് ഒരു ഫെമിനിസ്റ്റെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അത് ഉത്തരം പറ. അത് ജോറായി, എനിക്കിഷ്ടായി. എൽദോസ് കുന്നപ്പള്ളി എന്ന കോൺഗ്രസിൽ തന്നെയുള്ള പ്രഗത്ഭനായ സാമാജികനെ കള്ളക്കേസിൽ കൊടുക്കാൻ അവസാനം ഇത് വെറും സിനിമാ കഥയാണെന്ന് ഹൈക്കോടതി പോലും പറഞ്ഞ കേസിൽ എൽദോസിനെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴെങ്കിലും വീണയ്ക്ക് തോന്നിയിട്ടുണ്ടോ? അത് വീട് ഷാജിയേട്ടാ, ഇതിലും വലുതെന്തോ വരായിരുന്നത്. ഇതിലും വലുതല്ല സുനാമിയോ? ഞങ്ങൾ ആണുങ്ങൾ എന്താ രണ്ടാനമ്മ പെറ്റുണ്ടായതാണോ? ഞങ്ങൾക്ക് ഈ നാട്ടിൽ അവകാശമില്ലേ? എനിക്കത് ഇഷ്ടമായി. ഞങ്ങൾക്കെതിരെ ഒരു വ്യാജ കേസ് വന്നാൽ നിങ്ങൾ ഏതെങ്കിലും സ്ത്രീപക്ഷവാദികൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഹാർട്ടില്ല ഏട്ടാ, പെണ്ണുങ്ങൾക്ക് ഹാർട്ടില്ല. ഏതെങ്കിലും പെണ്ണ് ഹാർട്ട് അറ്റാക്ക് വന്ന് എത്തായിട്ട് കേട്ടോ? അതില്ല. ഇല്ല. കോടതി അനുകൂലിച്ചാലെങ്കിലും ഉമ്മൻചാണ്ടി സാറിനെങ്കിലും ആ നീതി കിട്ടിയിട്ടുണ്ടോ? കലികാല വൈഭവം ലോകം മുഴുവൻ കലി ബാധിച്ചിരിക്കുക. ആ മനുഷ്യൻ, അതായത് ജാതിഭേദം മത രാഷ്ട്രീയ ഭേദമന്യേ കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിക്ക് നേരെ പോലും അത്ര വലിയ വേട്ടയാടൽ നടന്നിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീപക്ഷവാദികൾ ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്തോ? നിങ്ങൾ മല്ലയല്ല, മുത്താണ്, മുത്തയ്യ. എന്താ കാര്യം? ഇവിടെ ആണുങ്ങളെ ആർക്കും വേണ്ട. ഞങ്ങളുടെ പുറത്ത് കുതിര കയറുന്നതാണ് ഇവിടെ പുരോഗമനം. ഇതൊക്കെ ശരിയാണോ? ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ, യുവർ ഓണർ. ഞങ്ങളെ അപമാനിക്കാനാണോ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കണേ? ചൂടാവല്ല കേസി, അയാൾ പറയണത് പോയിന്റ് അല്ലേ. പുരുഷ വിരോധമാണ് പുരോഗമനമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഈ ലിബറൽ ഫെമിനിസ്റ്റ് വാദഗതിയാണ് അപകടം. നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും. നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും, ചിരിച്ചുകൊണ്ട് കരയും, മോഹിച്ചുകൊണ്ട് വെറുക്കും.